ഹായ് ഹലോ തംബ്നെയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പിക്കിളാണ്. പപ്പായ നമ്മുടെ നാട്ടിലൊക്കെ കപ്പക്ക എന്ന് പറയും, ഓരോ നാട്ടിലും കർബൂസ് എന്നോ അങ്ങനെ എന്തൊക്കെയോ പല പല പേരുകൾ അറിയപ്പെടുന്ന നമ്മുടെ വെജിറ്റബിൾ ആയിട്ടും ഫ്രൂട്ടായിട്ടും യൂസ് ചെയ്യുന്ന പപ്പായയാണ് ഇന്നത്തെ പിക്കിൾ ഉണ്ടാക്കാൻ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉലുവ എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കും. ഉലുവ ചൂടായി വരുമ്പോൾ അതിങ്ങനെ പൊട്ടി തുടങ്ങും, അതാണ് അതിൻ്റെ പാകം. അതിൻ്റെ പിന്നാലെ നമുക്ക് 2 ടേബിൾ സ്പൂൺ കടുക് കൂടി ഇടുന്നുണ്ട്. കടുക് നന്നായി ഇളക്കി കരിയാതെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. കടുക് കുറച്ച് ചൂടാകുമ്പോൾ നന്നായി പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നന്നായി ഇളക്കി ഇതാക്കി മാറ്റി വെക്കണം, അല്ലെങ്കിൽ കടുകൊക്കെ തെറിച്ച് പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പച്ച കപ്പക്ക നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അത് രണ്ടും വളരെ ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇത് നല്ലെണ്ണയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിട്ട് ഒന്ന് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മതിയാവും. മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളക് പൊടി ഇടുക. മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി മറ്റേ എരിവിൻ്റെതും കൂടെ മിക്സ് ആക്കിയിട്ടാണ്. പിക്കിളാകുമ്പോൾ നല്ലൊരു കളറൊക്കെ വേണമല്ലോ, അതുകൊണ്ട് എന്തായാലും കാശ്മീരി മുളക് പൊടി എന്തായാലും കുറച്ച് ചേർക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിക്ക് നല്ലതാണ്. നമ്മുടെ എരിവിന് പാകത്തിന് മുളക് പൊടി ചേർക്കുക. കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കുക. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് പൊടികൾ ഇടുക. അതോടുകൂടെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഉപ്പും കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ്, ഈന്തപ്പഴം കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ തന്നെ നമ്മൾ പൊടിക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടെ പൊടിച്ചിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ പിന്നാലെ ഈന്തപ്പഴം കൂടെ അരച്ചിട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കുക. അത് മിക്സാക്കി വെച്ച ഈ കൂട്ടിലേക്ക് വേണം നമുക്ക് പപ്പായയുടെ മുറിച്ച് വെച്ചിട്ടുള്ള പീസസ് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉപ്പിട്ട് പാകത്തിന് യോജിപ്പിച്ച് വെക്കുക. പിന്നെ ഇനി ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാനുള്ളത് വിനീഗറാണ്. നമ്മുടെ വിനീഗർ കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ ഈ വിനീഗറും എണ്ണയും ഉപ്പും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ പപ്പായയുടെ പീസസ് ആഡ് ചെയ്യുമ്പോൾ അതധികം വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓൾറെഡി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്, ആ ചൂടായ എണ്ണയിലേക്കാണ് ആഡ് ചെയ്യുന്നത്. എന്നാലും നന്നായി മിക്സ് ആക്കിയിട്ട് അത് അധികം വെന്ത് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഈ പിക്കിൾ നമ്മൾ ഒരു 2 ദിവസം കഴിഞ്ഞ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനൊരു ക്രഞ്ചിനെസ് ഉണ്ടാവും. ആ ക്രഞ്ചിനെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് വെന്ത് പോയിട്ട് ആ സോഫ്റ്റ് ആയിപ്പോൾ, അപ്പോൾ ആ ഒരു രസം കിട്ടില്ല. അപ്പോൾ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ് അധികം വേവിക്കാതെ വെക്കണം എന്ന് പറയുന്നത്. പിന്നെ വിനീഗറും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കുക. ലാസ്റ്റിൽ കായപ്പൊടിയും കൂടെ മിക്സാക്കി 2 ദിവസം കഴിഞ്ഞ് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. വിനീഗർ ആഡ് ചെയ്തിട്ടും കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നന്നായി തണുത്ത വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ യോജിപ്പ് പാകത്തിനാക്കി എടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പും എരിവും മധുരവും പുളിയും ഒക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.